ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭക്തി എങ്ങനെയായിരിക്കണം? ഭഗവത്ഗീത പറയുന്ന ഉത്തരം ഇതാണ്, കേട്ടു നോക്കൂ. ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഞാൻ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്, ഒരുപാട് പണം മുടക്കി വഴിപാടുകൾ നടത്താറുണ്ട്, എന്നിട്ടും ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാത്തത് എന്തുകൊണ്ട്? എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഭക്തി? അത് എങ്ങനെയായിരിക്കണം? ഇതിന് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അധ്യായം 9 ശ്ലോകം 26 നമുക്ക് നൽകിയ വളരെ മനോഹരമായ ഒരു ഉത്തരമുണ്ട്. ഒരു ഇലയോ ഒരു പൂവോ ഒരു പഴമോ അല്ലെങ്കിൽ അല്പം ശുദ്ധജലമോ ആകട്ടെ, ആരെങ്കിലും എന്നെ പൂർണ്ണ ഭക്തിയോടും സ്നേഹത്തോടും കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ആ ശുദ്ധമായ മനസ്സോടെ നൽകുന്നതെന്തും ഞാൻ അതിയായ സന്തോഷത്തോടെ സ്വീകരിക്കും. ഭഗവാൻ നമ്മളോട് പറയുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ എത്ര ലക്ഷങ്ങൾ മുടക്കി വലിയ വഴിപാടുകൾ നടത്തുന്നു എന്നതിലോ, എത്ര വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്നു എന്നതിലോ ഈശ്വരന് യാതൊരു താല്പര്യവുമില്ല. 1 രൂപയുടെ വഴിപാട് പോലും ചെയ്യാൻ കഴിവില്ലാത്തവനാണെങ്കിലും അവന്റെ മനസ്സിൽ അല്പം സ്നേഹവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അവൻ സമർപ്പിക്കുന്ന ഒരു തുളസിയില പോലും ഈശ്വരന് സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. യഥാർത്ഥ ഭക്തി എന്നാൽ എന്താണ്? ഭക്തി എന്നത് ഈശ്വരനുമായുള്ള കച്ചവടമല്ല. എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇന്ന വഴിപാട് ചെയ്യാം എന്ന് പറയുന്നത് ഭക്തിയല്ല, അതൊരു ബിസിനസ്സാണ്. യാതൊരു നിബന്ധനകളും ഇല്ലാതെ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഭഗവാനെ നീ കൂടെയുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. അമ്പലത്തിൽ വലിയ തുകകൾ വഴിപാടിട്ടിട്ട് പുറത്തിറങ്ങി മനുഷ്യരെയും പ്രകൃതിയെയും ദ്രോഹിക്കുന്നവന്റെ പ്രാർത്ഥന ഒരിക്കലും ഈശ്വരൻ കേൾക്കില്ല. കാരണം ഈശ്വരൻ കുടികൊള്ളുന്നത് കല്ലിലല്ല, നമ്മൾ സ്നേഹിക്കുന്ന സഹജീവികളിലാണ്. നിങ്ങൾക്ക് പണമില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ ശ്രീകോവിൽ. ആ മനസ്സിൽ ഈശ്വരനോടുള്ള കലർപ്പില്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ആ വിളി കേൾക്കാൻ ഭഗവാൻ ഓടിയെത്തും. ഹരേ കൃഷ്ണ.